ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലുള്ള ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി കാണാം. ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മസാല വഴറ്റുകയോ യാതൊന്നും ചെയ്യുന്നില്ല. ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബിരിയാണികൾ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഹൈദരാബാദി ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പർദ ബിരിയാണിയുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആ ഹൈദരാബാദി ബിരിയാണിയിൽ ഒരു റെഡ് കളർ മസാലയൊക്കെ ആണെങ്കിൽ ഇന്നിവിടെ കാണിക്കുന്ന ഈ ടൈപ്പ് ഹൈദരാബാദി ബിരിയാണിയിൽ ഒരു വൈറ്റ് കളർ മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു പ്രത്യേകതരം മസാലയാണ്. അതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പൊടിക്കുമ്പോൾ ഞാൻ കുറച്ച് മസാല കൂടുതൽ പൊടിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 10 ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് സാജീരകമാണ്. സാജീരകം എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അത് 2 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടുന്നത് ബ്ലാക്ക് കാഡമോ ആണ്, അതായത് കറുത്ത ഏലക്ക. ഇത് സ്പൈസസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. 3 എണ്ണമാണ് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ ഏലക്ക ഒരു 7 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആദ്യം മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതാണ് ഈ ബിരിയാണിയുടെ മസാല. ഇതിപ്പോൾ പൊടിച്ചത് കുറച്ച് കൂടുതൽ ഉണ്ടാവും, പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. ഈ പൊടിച്ച മസാല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കിച്ചണിൽ ഉപയോഗിക്കാറുള്ള 5 തരം മസാലകളെ പറ്റിയുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഗരം മസാലയും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹൈദരാബാദി ഗരം മസാല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ മസാലകൾ ഉണ്ടാക്കി നിങ്ങൾ പൊടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരം ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. സമയം കിട്ടുമ്പോഴൊക്കെ അത് ഉണ്ടാക്കി ഒന്ന് പൊടിച്ചു വെക്കുക. ഇത് 1.5 കിലോ ചിക്കൻ പീസസ് ആണിത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ലെഗ് പീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലോട്ട് പിടിച്ചോളും. അപ്പോൾ ഇത് ബിരിയാണി കട്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് കട്ട തൈരാണ്. അധികം വെള്ളമില്ലാത്ത തൈരായിരിക്കണം. ഒരു ഭയങ്കരമായ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സെറ്റേർഡ് ടിന്നിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാരങ്ങ നീര് 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 1 കുടം ഫുള്ള് വെളുത്തുള്ളി, അതായത് വലിയ ഒരു ഉണ്ട ഫുള്ള് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 25 വെളുത്തുള്ളിയോളം ഉണ്ടാവും. പിന്നെ ഒരു 10-12 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ചിക്കൻ പീസസ് നമ്മൾ കഴുകി വാരി നല്ലപോലെ അരിപ്പയിലോട്ട് വെള്ളം പോകാൻ വെക്കും. അപ്പോൾ എത്ര നേരം അരിപ്പയിൽ വെച്ചാലും ഈ ചിക്കൻ പീസസിൽ കുറച്ച് വെള്ളമയം ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഈ ചിക്കൻ പീസസ് പറ്റുമെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ വെള്ളമയമൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അരി കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉപ്പ് അല്പം കുറവ് പോലെ തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതായത് ഹൈദരാബാദി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ മൊത്തം 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
1.5 കിലോ ചിക്കൻ പീസസിന് വേണ്ടുന്ന ഗരം മസാലയുടെ ഡബിളാണ് ഞാനിപ്പോൾ പൊടിച്ച് എടുത്ത് വെച്ചത്. അത് കൂടുതൽ ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ എടുത്ത കറുത്ത ഏലക്ക, സാജീരകം, ഗ്രാമ്പൂ, പട്ട, സാധാരണ ഏലക്ക ഇത്രയും ആ എടുത്ത നേരത്തെ പറഞ്ഞ അളവിൻ്റെ നേർപകുതി എടുത്താൽ ഈ 1.5 കിലോ ചിക്കനിനുള്ള ഗരം മസാല ആകും. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പുതിനയുടെ ഇല അടർത്തിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊരിച്ചിട്ടൊന്നും അല്ല. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഈ മിക്സ് ചെയ്തെടുത്ത ഈ ചിക്കൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം എടുത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ ഇത് ചിക്കൻ മേടിച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒന്നും കൂടി എളുപ്പം ഉണ്ടാവും. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അല്ലാതെ ഇത് പെട്ടെന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ ഈ മസാലയൊന്നും ഈ ചിക്കനിൽ പിടിക്കില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 12 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ബിരിയാണിയുടെ അരി വേവിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അരി വേവിക്കാനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ നീളമുള്ള ബസ്മതി അരി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നീളമുള്ള അരി വെച്ചിട്ട് തന്നെ ഈ ബിരിയാണി ഉണ്ടാക്കണം, എങ്കിലാണ് ഇത് കറക്റ്റായിട്ട് ആ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ സ്റ്റൈലിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അല്പം മുൻപിൽ നിൽക്കണം, എങ്കിലേ അരി വെന്ത് വരുമ്പോൾ അതിലോട്ട് പാകത്തിന് ഉപ്പ് ആവുള്ളൂ. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നല്ലപോലെ കൂടുതൽ വെള്ളത്തിലാണ് തിളപ്പിച്ചൂറ്റി ഈ അരി വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 8 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 7 ഏലക്കായും 2 ഇഞ്ച് കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൊണ്ടൊക്കെ ഞാൻ കൊച്ചിയിലോട്ട് പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പിറ്റേന്ന് ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഉമ്മയുടെ കയ്യിൽ ഒരു സ്പൈസസ് ഒക്കെ ഇടുന്ന ഒരു ബോക്സ് കണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് അറകളുണ്ട് അതിനകത്ത്. അതിൽ ഓരോരോ സ്പൈസസ് ഉമ്മ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ബോക്സ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ബോക്സിന് കുറച്ചും കൂടി ഒരു വട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയന. ഉമ്മ അവിടെ അടുത്തുള്ള ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു മോഡലിൽ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ കേട്ടോ, കാണിച്ചു തരാം. അതിൻ്റെ ഹാൻഡിലും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കൊരു പിടിച്ച് എടുക്കാനും എല്ലാം നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ബോക്സ്. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ബിരിയാണിയുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാള പൊരിച്ച് കോരി എടുക്കലാണ്. അപ്പം എല്ലാ ബിരിയാണികളിലും ഈ സവാള പൊരിച്ച് കോരി എടുക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉള്ളതാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല ഹൈദരാബാദി ബിരിയാണികളിൽ ഇത് മസ്റ്റാണ്. അപ്പോൾ എൻ്റെ മദറിൻലോ പറയാറുണ്ട്, സവാള പൊരിച്ചു കോരുന്ന സ്റ്റെപ്പ് പോലും നമുക്ക് കുറച്ച് കൂടുതൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് വരെയും തലേന്ന് ചെയ്തു വെക്കാൻ പറ്റും, തലേ ദിവസം തന്നെ. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്ത ഓയിലിൽ പൊരിച്ചു കോരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കുറേ സമയം നീണ്ടു നിൽക്കും. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ഈസിയാണ്, ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിപ്പം കോക്കനട്ട് ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നെയ്യ് ഉപയോഗിച്ചിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ടാക്കി ഇപ്പം തന്നെ സെർവ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ തലേ ദിവസം ചെയ്തു വെക്കുവാണെങ്കിലാണ് അത് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകമാക്കി അല്പം മുൻപിൽ നിർത്തുക. ഇനി നമ്മൾക്ക് നേരത്തെ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരി ഒരു പകുതി വേവിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുക.
ആ വേവ് തിരിച്ചറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു അരിയുടെ വറ്റെടുത്തിട്ട് നമ്മളൊന്ന് കടിച്ചു നോക്കുക. കടിച്ചു നോക്കുമ്പോൾ ആ അരി കടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ചോറ് വെന്ത് തുടങ്ങുന്ന പാകം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അരി കടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാകത്തിനായിട്ടുണ്ട്. നേരെ അരിപ്പയിലോട്ട് ഈ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഇവിടെ സൈഡിൽ ദേ സവാളയും പൊരിച്ച് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സവാള പൊരിച്ച് എടുക്കുന്ന സ്റ്റെപ്പൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇത് ബ്രൗൺ കളറിൽ അങ്ങോട്ട് പൊരിച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. കുറച്ചായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 3 എണ്ണവും പൊരിച്ച് കോരി എടുക്കുവാണ്. ഈ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി വേവിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ വെള്ളം തിളച്ച് അരിയും ഇട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നേർപകുതി ചോറെടുത്ത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് ആദ്യം മാറ്റി വെക്കും. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ബാക്കിയുള്ള പകുതി ചോറ് വീണ്ടും ഒരു 4 മിനിറ്റും കൂടി വേവിക്കും. എന്നിട്ട് അത് വേറെ ഒരു അരിപ്പയിലോട്ട് കൊട്ടിവെക്കും. അതിനുശേഷം നമ്മൾ ദമ്മാക്കുന്ന സമയത്ത് ആദ്യം വേവ് കുറഞ്ഞ ചോറ് അടിയിലിട്ടിട്ട് വേവ് കൂടിയ ചോറ് ഏറ്റവും മുകളിലിടും. അങ്ങനെയാണ് ഹൈദരാബാദികൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒന്നിച്ച് പകുതി വേവിൽ എല്ലാ ചോറും കൂടി അരിപ്പയിലോട്ട് കൊട്ടി ഊറ്റി വെള്ളം കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് ഒരു 7 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു വറ്റ് ചോറെടുത്ത് കടിച്ചു നോക്കുമ്പോൾ അരി കടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് കറക്റ്റായെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അരി തിളപ്പിച്ചിട്ട് അരിപ്പയിലോട്ട് ഊറ്റിയെടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദമ്മാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും അടിയിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ പാത്രം ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ആ നെയ്യ് എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒരു തവി വെച്ചൊന്ന് നിരത്തി കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണി ആണെങ്കിൽ പോലും ഈ കറുത്ത ഏലക്ക പല സ്ഥലങ്ങളിലും കിട്ടില്ല. അതാണ് ഈ ബിരിയാണിയിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കറുത്ത ഏലക്കയും സാജീരകവും നിർബന്ധമായിട്ടും ഈ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കണം. ഈ 2 ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം ഇത് ചേർത്തില്ലെങ്കിൽ ആ ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒത്തൻറ്റിക് ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടില്ല. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും പുതിനയുടെ ഇല അടർത്തിയത് വിതറി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി മുകളിലോട്ട് വിതറി കൊടുക്കുക. അതുകൂടാതെ പൊരിച്ചു വെച്ച സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് വിതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊക്കെ നിരത്തിയതിന് ശേഷം നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചിക്കനിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി വെന്ത ചോറ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് ഹൈദരാബാദികൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരേപോലെ വേവിൽ തിളപ്പിച്ചൂറ്റി എടുത്തതുകൊണ്ട് ഞാൻ അത് നോക്കുന്നില്ല. ഇങ്ങനെ ചോറ് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും വിതറി പൊരിച്ചു കോരിയ സവാളയും കുറച്ച് വിതറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു ലെയറും കൂടി ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പൊരിച്ചു കോരിയ സവാളയും പിന്നെ പുതിനയും മല്ലിയിലയും നെയ്യും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ലെയർ ചെയ്തെടുക്കുന്നത്. ഈ ബിരിയാണി നിങ്ങൾ കണ്ടാലറിയാം, ബാക്കി ബിരിയാണികളുടെ റെസിപ്പിയിലൊക്കെ ചെയ്യുന്ന പോലെ മസാല വഴറ്റിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഓയിൽ കണ്ടൻറ്റ് തീരെ കുറവാണ്. അതായത് ഈ സവാള പൊരിച്ചു കോരുന്ന ആ ഒരു ഓയിൽ വരുന്നുണ്ട്. അതുകൂടാതെ നെയ്യ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയും നെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. നമ്മളുടെ വീട്ടിൽ ഓയിലൊക്കെ അധികം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിരിയാണി അവർക്ക് നെയ്യുടെ അളവ് കുറച്ചുകൊണ്ട് തന്നെ ധൈര്യമായിട്ടും കഴിക്കാൻ കൊടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ഇപ്പോൾ ഇവിടെ ബിരിയാണിയൊക്കെ ലെയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു തടിയുടെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ പുറകുവശം കൊണ്ട് ഈ ബിരിയാണി ദമ്മാക്കിയ പാത്രത്തിൻ്റെ താഴെ വരെയും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചുറ്റിലും ഒരു 4-5 ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും നമ്മൾ ദമ്മാക്കാൻ വെക്കുമ്പം ആവി ഈ ഹോളിലൂടെ വന്ന് ഈ മുകൾ ഭാഗത്തുള്ള ചോറിൽ വരെയും ഈ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടും.
ഇപ്പോൾ ഈ ഹൈദരാബാദി ബിരിയാണിയുടെ ചോറൊക്കെ ലെയർ ചെയ്ത് ഈ ഇതുപോലൊരു ഹോളൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് നമുക്ക് ഈ ബിരിയാണിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ ചേർത്ത പാല് ഇതിലൂടെ ഈ ഹോളിലൂടെ ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ല. അതിനുവേണ്ടി ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അരക്കപ്പ് പാലെടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ബിരിയാണിയുടെ ആ ഹോളിട്ട ഭാഗത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണിക്ക് ഒരു ചെറിയ യെല്ലോ കളർ കിട്ടും. കുങ്കുമപ്പൂ ഉള്ളവർ കുങ്കുമപ്പൂ തന്നെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. ഞാൻ സാധാരണ കുങ്കുമപ്പൂ ചേർത്ത് തന്നെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുങ്കുമപ്പൂ ഉള്ളവർ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് കുങ്കുമപ്പൂ ഇട്ട് നല്ലതുപോലെ ചൂടാക്കി ഒരു യെല്ലോ കളറിലുള്ള ഒരു പാലായി വരും. അത് ആണ് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും ഈ ബിരിയാണിയിൽ. കുങ്കുമപ്പൂ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് കുങ്കുമപ്പൂ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പാലിൽ കലക്കി ഇതിനകത്ത് ഒഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക. അപ്പോൾ ആവി വരുന്നതായിട്ട് കാണാൻ പറ്റും 5 മിനിറ്റൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ ആവി നല്ലതുപോലെ പുറത്തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ബിരിയാണി ചെമ്പ് എടുത്ത് ഒരു തവയുടെ മുകളിലോട്ട് എടുത്ത് വെക്കണം. ഇതേപോലെ താഴെ ഒരു തവ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 30 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഇവിടെ 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണിയുടെ വരുന്നത്. അപ്പോൾ ഈ പച്ച ഇറച്ചിയാണല്ലോ നമ്മളിത് വേവിച്ചത്, അല്ലാതെ കുക്ക് ചെയ്ത ഇറച്ചി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാകം ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ട്രിക്കുണ്ട്. അതെന്താണെന്നറിയോ? ഇതേപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ തടിയുടെയോ ഒരു തവിയുടെ പുറകുവശം കൊണ്ട് നമ്മൾ ഈ ബിരിയാണി ചെമ്പിൻ്റെ താഴെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുത്തിയിട്ട് അതേപോലെ തന്നെ പൊക്കിയെടുക്കണം. പൊക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ സ്പൂണിൻ്റെ താഴെ വശത്ത് വെള്ളമയം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട്. വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് കുക്കായിട്ടില്ല. വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടി വെക്കേണ്ടി വരും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം പറയുവാണ്. അതായത് ചിക്കനിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ 30 മിനിറ്റ് വെച്ചാലും വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കും, അരി കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ചിക്കൻ നല്ലപോലെ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം മാരിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഈ ബിരിയാണി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ ബിരിയാണിയുടെ ഫ്ലേവറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ആ ബ്ലാക്ക് കാർഡമവും സാജീരകം പൊടിച്ചതും കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ചിക്കൻ പീസസ് ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഈ ബിരിയാണിയുടെ റെസിപ്പി തന്നത്. അപ്പോൾ ഇത്താടെ ഒരു ഹൈദരാബാദി ഫ്രണ്ട് കൊടുത്ത റെസിപ്പിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഹൈദരാബാദികൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എന്നും ഫ്രീസറിൽ വെക്കുമെന്ന്. അപ്പോൾ അവർക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അവർ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. നമുക്ക് സമയമുള്ള സമയത്ത് ഈ ചിക്കനൊക്കെ മേടിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണേലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടിയാണല്ലോ ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിൽ സാധാരണ നമുക്ക് തിരക്കുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഈ ഒരു ബിരിയാണിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ പകുതിയിലധികം പണി നമുക്ക് തീർത്ത് വയ്ക്കാൻ പറ്റും. അതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി അവർക്ക് കൊടുക്കാനും പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പലർക്കും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഇടാത്തത് കൊണ്ടാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.